نحمدك يا من أوضحت لنا سبل الهداية فأزحت عن بصائرنا عشابة الغوايا فأصلي وأسلم على من أرسلت شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل وسلم وبارك عليه وعلى آله وصحبه والتابعين أما بعد أعوذ بالله من الشيطان الرجيم يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പടച്ചറപ്പിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ സദാ ഓർമ്മിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണമെന്ന് ആദ്യമേ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ തിരഞ്ഞെടുത്ത വിഷയം തട്ടം വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ എന്ന്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാനുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാടുകളിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിവാദ വിഷയം. പലരും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ മറ്റ് ഉദ്ദേശങ്ങളിലൂടെ അതിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ തട്ടവുമായി ബന്ധപ്പെട്ട സംസാരം, അള്ളാഹുവിന്റെ വാക്കുകൾ, റബ്ബ് എന്താണ്, എങ്ങനെയാണ് അത്തരം കാര്യത്തെ തന്റെ അടിമകളെ ബോധവാന്മാരാക്കുന്നത് എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകളിലൂടെയും പ്രവാചകന്റെ ചില ഹദീസുകളിലൂടെയും നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെ ഇസ്ലാമിക വേഷവിധാനങ്ങളെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളും ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചുള്ള ഒട്ടനവധി ഇത്തരത്തിലുള്ള ചർച്ചകൾ ഒരു വിശ്വാസിയെ പോലും ആശങ്കയിലാഴ്ത്തുന്ന, ഒരു വേള സന്ദേഹത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചർച്ചകളായി വഴിമാറുകയാണ്. അറിവില്ലാത്ത, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചും പ്രവാചകന്റെ ഹദീസുകളെ സംബന്ധിച്ചും അറിവില്ലാത്ത ആളുകൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അപകടം എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കറിയാം, ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ ഡൽഹിയിലേക്ക് യാത്ര പോവുകയും അതിൽ ചില മുസ്ലിം സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കുകയും അവർ ധരിച്ച വസ്ത്രം പിന്നീട് മാധ്യമങ്ങൾ വലിയ ചർച്ചകളിലേക്ക് വഴിതെറ്റിച്ചത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കേരളത്തിലെ ചില പ്രസിദ്ധരായ, അറിയപ്പെടുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ തട്ടം ധരിച്ച് ആ വലിയ സദസ്സിലിരിക്കുന്നത് കണ്ടപ്പോ പഴഞ്ചൻ സംസ്കാരത്തെ ഇപ്പോഴും പേറിക്കൊണ്ടിരിക്കുന്ന, പഴഞ്ചൻ വേഷവിധാനത്തെ ഇപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളെ വിമർശിക്കാൻ നാനാഭാഗങ്ങളിൽ നിന്നും പലരും അവരുടെ പേനകൾ ചലിപ്പിച്ചത്, അവരുടെ നാവുകൾ ചലിപ്പിച്ചതൊക്കെ അന്ന് വലിയ ചർച്ചയായിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു, കർണാടകയിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോ തട്ടം ധരിച്ച ഒരു സ്ത്രീ ആ നാടിനെ ഭരിക്കുന്ന ഭരണതലത്തിൽ ഉന്നത സ്ഥാനം കൈവരിച്ചപ്പോ അഭിനന്ദനങ്ങളുടെ പ്രവാഹങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടവരാ. അധ്വാനിച്ച് രാത്രി ഉറക്കം വിളച്ച് പഠിച്ച് ഒടുവിൽ എക്സാമിനേഷൻ സെന്ററിലേക്ക് ചെന്നപ്പോ താൻ കൊടുത്ത തട്ടം അഴിക്കണമെന്നും അതാണ് നിയമമെന്നും പറഞ്ഞ് ഏതാനും ചില പെൺകുട്ടികളെ പുറത്തിരുത്തിയത് നമ്മൾ ചർച്ച ചെയ്തവരാണ്. എന്നും ഇസ്ലാമിക വേഷങ്ങളെയും ഇസ്ലാമിക ആശയങ്ങളെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും
ജനങ്ങൾക്കിടയിൽ മോശപ്പെട്ട രീതിയിൽ ചർച്ച ചെയ്യുന്ന മീഡിയകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം ആളുകൾ സംജാതമായി കൊണ്ടിരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയ, ഏറ്റവും പുതിയതായ വർത്തമാനമാണ് വിശുദ്ധ ഖുർആനിൽ തട്ടമിടാൻ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ വാദവുമായി ചില ആളുകൾ ഉരുചുറ്റുന്നത്. അതിനെ ഷെയർ ചെയ്യുന്നത് 10,000-കണക്കിന് ആളുകളാണ്. മുസ്ലിമീങ്ങളിൽ തന്നെ ലിബറലായി ചിന്തിക്കുന്ന, തന്റെ സ്വതന്ത്ര കാഴ്ചപ്പാടിൽ ഇസ്ലാമിനെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും അളക്കുന്ന പുരോഗമനവാദികൾ എന്ന് പറയുന്ന ചിലർ അതിന് കൊടിപിടിക്കുമ്പോ യഥാർത്ഥ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണെന്നും വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ഈ വിഷയത്തിൽ എന്താണ് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞിട്ടുള്ളതെന്നും നമ്മൾ പഠിക്കുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് ബാധ്യതയാണ്. ആരെയും നിർബന്ധിപ്പിച്ച് ഇസ്ലാമിക സംസ്കാരം സ്വീകരിക്കണമെന്ന ഒരു വാദം ഒരിക്കലും മുസ്ലിമീങ്ങൾക്കില്ല. ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് കാണാൻ കഴിയും. തട്ടമിടാത്ത പെണ്ണുങ്ങളെ നിർബന്ധിച്ച് തട്ടമിടുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തും, ഞങ്ങൾ അവരെ കൊണ്ട് തട്ടമിടിപ്പിക്കുമെന്ന് പറയുന്ന രീതിയിലുള്ള ചില ആളുകളെയും കാണാൻ കഴിയും. അതായത് ഏതൊരു വിവാദ പ്രസ്താവന ഉണ്ടായാലും രക്തം തിളച്ച് രൂക്ഷമായ വാക്കുകളിൽ വിവാദത്തിന് വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പല പല വാക്കുകളുമായി ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധിയാർജിക്കാൻ പല വർത്തമാനങ്ങളുമായി പലരും കടന്നു വരുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിൽ തട്ടവുമായി ബന്ധപ്പെട്ട അള്ളാഹു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തട്ടം എന്നതിനെ പ്രത്യേകിച്ച് സ്ത്രീ ധരിക്കുന്ന ശിരോവസ്ത്രത്തെ സംബന്ധിച്ച് അള്ളാഹു എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് കാണാൻ കഴിയും. ഔറത്തിന് മറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു പുരുഷൻ എങ്ങനെ വസ്ത്രം എടുക്കണം, ഒരു പുരുഷൻ എങ്ങനെ വസ്ത്രം അടിക്കണം, ഒരു പുരുഷൻ എങ്ങനെ വസ്ത്രം എടുത്തു വെക്കണം, ഒരു പുരുഷന്റെ വസ്ത്രം എന്തായിരിക്കണം, കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തിരുജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു. വസ്ത്രം ഉടുക്കുമ്പോ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന് വരെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. വേഷവിധാനവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം ധരിക്കേണ്ട വേഷം അതെന്തായിരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലും കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ അത് കാണാനും കഴിയും. ഏതൊരു വിവാദം ഉണ്ടായാലും ആ ഒരു വിവാദം മുഅ്മിനീങ്ങൾക്ക് ഖൈറാണ്. കാരണം കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമുള്ള ഒരു മാർഗമാണ് ഇത്തരം വിവാദങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇത്തരം സംഘർഷഭരിതമായ ചർച്ചകളിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെയും ഹദീസുകളെയും തിരഞ്ഞെടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ. കൃത്യമായി അല്ലാഹുവിന്റെ കൽപ്പനകളെയും പ്രവാചകന്റെ ചര്യയെയും നെഞ്ചേറ്റാൻ ഒരു പ്രയാസവുമില്ലാതെ, ഒരു മനക്ലേശവുമില്ലാതെ അതിനെ സ്വീകരിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയൊരു ശത്രുവിനെ കരുതിയിരിക്കാൻ പഠിപ്പിച്ചത് സൂറത്ത് അഅറാഫിൽ നമ്മൾ ഓതിപ്പോയിട്ടുള്ള ആയത്താണ്. പിശാചിനെ കരുതിയിരിക്കുന്നതുമായി ബന്ധപ്പെടുത്തി. എന്നിട്ട് റബ്ബ് അവിടെ പിശാച് മനുഷ്യ ലോകത്തോട് ചെയ്ത ഏറ്റവും വലിയൊരു ഉപദ്രവത്തെ അള്ളാഹു എടുത്തു പറയുന്നു. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് അതാണ്. സൂറത്ത് അഅറാഫിന്റെ 27-ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നു, യാ ബനി ആദം, മനുഷ്യരെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും പിശാച് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് അത്തരത്തിലുള്ള ഫിത്നകൾ നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ, അത്തരം വലിയ പരീക്ഷണങ്ങളിൽ നിങ്ങൾ ചെന്ന് ചാടാതിരിക്കട്ടെ. ആദമിനെയും ഹവ്വയെയും അലൈഹിമസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹു പുറത്താക്കിയ സന്ദർഭത്തെ അല്ലാഹു എടുത്തു പറയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, യൻസി അൻഹുമാ ലിബാസഹുമാ, പിശാച് ചെയ്തത് എന്താ? ആദമിന്റെയും ഹവ്വയുടെയും ലിബാസിനെ, വസ്ത്രത്തെ ആ പിശാച് ഊരിക്കളഞ്ഞുവെന്ന, അവർ മറച്ചിരുന്ന ഗോപ്യമായ ഗുഹ്യഭാഗങ്ങളെ മറച്ചിരുന്ന ആ അവസ്ഥയിൽ നിന്ന് അവരുടെ വസ്ത്രത്തെ എടുത്തു കളഞ്ഞവനാണ് പിശാച് എന്ന. എന്തിനു വേണ്ടി? ആദമിനും ഹവ്വയ്ക്കും അവരവരുടെ ഗോപ്യഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ഭാഗത്തിൽ
മനുഷ്യർക്ക് പരസ്പരം അവരുടെ ഗുഹ്യഭാഗങ്ങൾ കാണുന്ന മാത്രയിൽ അവരുടെ വസ്ത്രത്തെ എടുത്ത് അഴിപ്പിച്ചു കളഞ്ഞവനാണ് പിശാചെന്ന. ഇന്നഹു യറാകും ഹുവ വഖബീലുഹു. അല്ലാഹു പറയുന്ന ആ പിശാചിന്റെ പട്ടാളവും നിങ്ങളെ കാണുന്നവരാണ്, നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. മിൻ ഹൈസു ലാ തറൗനഹും, പക്ഷേ നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയുന്നില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പിശാചിനെ ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ സന്തതികളെയും കാണാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മൾ കാണാത്ത ശത്രു, മറഞ്ഞു നിൽക്കുന്ന ശത്രുവായിട്ട് ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ പട്ടാളത്തെയും അല്ലാഹു കരുതിയിരിക്കാൻ വേണ്ടി വിശ്വാസികളെ കൽപ്പിക്കുന്നു. ഇന്നാ ജഅൽന ശയാതീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. ഈമാനില്ലാത്തവർക്ക്, മുഅ്മിനീങ്ങളല്ലാത്തവർക്ക് പിശാചുക്കളെന്നും ഔലിയാക്കളാണ്, മിത്രങ്ങളാണ് എന്ന അല്ലാഹുവിന്റെ കൽപ്പനകളെ തിരസ്കരിക്കുന്ന, പ്രവാചകന്റെ ഹദീസുകളെ വിസ്മരിക്കുന്ന ആളുകൾക്ക് പിശാചുക്കളെന്നും ശത്രുക്കളാണ് എന്ന. ആ പിശാചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ ഉടുത്ത വസ്ത്രം അഴിപ്പിക്കാൻ കാത്തു നിൽക്കുന്നവൻ എന്ന. നമുക്കറിയാം, പുരോഗമനം എന്ന് പറയുന്നത് വസ്ത്രം ഉടുക്കലാണ്, നമ്മുടെ ഔറത്ത് മറക്കലാണ് പുരോഗമനം. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാൽ വസ്ത്രം അഴിക്കലാണ് പുരോഗമനം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ജനിച്ച സമയത്ത് ഒന്നുമില്ലാത്തവനാണ്, ഉടുക്കാനൊന്നുമില്ല. പക്ഷേ അവന്റെ ഗുഹ്യഭാഗത്തെ മറച്ചവനാണ് അവന്റെ ഉമ്മയും ഉപ്പയും. ഗോപ്യമായ മറക്കേണ്ട ഭാഗങ്ങളെ മറക്കുന്നത് അത് മാന്യതയാണ്. ബുദ്ധിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അറിവ് കൂടുന്തോറും, ബുദ്ധി വിവേകം വെക്കും തോറും അവന്റെ മറക്കേണ്ട ഭാഗങ്ങളെ മറച്ചു തുടങ്ങും. അതുകൊണ്ടാണ് കാട്ടാളന്മാരായ ആൾക്കാർ പോലും, നമ്മളറിയില്ല, കാട്ടുജാതികൾ, കാട്ടുനിവാസികൾ, അവര് പോലും ഇലയും അതുപോലെ തന്നെ മറ്റുള്ള തോലും വെച്ച് അവരുടെ ഉഭയഭാഗങ്ങൾ മറക്കുന്നത്. അതാണ് പുരോഗമനം. എന്നാൽ ഒരു മുസ്ലിം സ്ത്രീ ഹിജാബ് ധരിച്ചിങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ അവളുടെ ശരീരഭാഗങ്ങൾ മൊത്തത്തിൽ മറച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ പറയും കാടൻ സംസ്കാരമാണ്, പഴഞ്ചൻ സംസ്കാരമാണ്. യഥാർത്ഥത്തിൽ ഏതാണ് പഴഞ്ചൻ സംസ്കാരം? എല്ലാം തുറന്നിട്ട് കാണിക്കുന്നതാണ് പഴഞ്ചൻ സംസ്കാരം എന്നുള്ളത് യുക്തിയും ബുദ്ധിയും ഉള്ള ആളുകൾക്ക് മനസ്സിലാകും. പക്ഷെ ഇന്ന് പ്രബുദ്ധൻ എന്ന് പറയുന്ന ഒരുപാട് ഡിഗ്രികളും ജനങ്ങൾക്കിടയിൽ ഒരുപാട് പ്രസിദ്ധിയും ഒക്കെ ആർജിച്ച ആളുകൾ വാദിക്കുന്നത് വസ്ത്രം അഴിക്കലാണ് പുരോഗമനം എന്ന. അതുകൊണ്ട് തന്നെ ചില മുസ്ലിമീങ്ങൾ ആ വൈക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ചില ആളുകള്, എത്ര ആളുകൾ നമുക്ക് കാണാൻ കഴിയും മുസ്ലിം സമൂഹത്തിലെ യഥാർത്ഥമായ ഇസ്ലാമിക വേഷവിധാനത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ഗൗരവമില്ലാതെ സ്വന്തം മക്കളെ പോലും വളർത്തുന്നത്, യഥാർത്ഥ രൂപത്തിൽ മറക്കേണ്ട ഭാഗങ്ങൾ അതിന്റെ ഗൗരവം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാതെയാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ എങ്ങനെ വസ്ത്രം ഉടുക്കണം, എന്തുടുക്കണം എന്നുള്ളത് കൃത്യമായി അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് ആയത്തുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നത് കാണാൻ കഴിയും. സ്ത്രീയുടെ വസ്ത്രമാണല്ലോ ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. സ്ത്രീയുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് അല്ലാഹു പറയുന്നു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. വിശുദ്ധ ഖുർആനിൽ എല്ലാവരും ഒരുപാട് തവണ കേട്ട വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. അല്ലാഹു സ്ത്രീകളെ സംബന്ധിച്ച് പറയുന്നത് അവർ അവരുടെ വീടുകളിൽ കഴിഞ്ഞുകൂടട്ടെ. ഇത് പറഞ്ഞേക്കുമ്പോൾ ആദ്യം ആ സ്ത്രീ വിരുദ്ധത. ഏറ്റവും കൂടുതൽ ഇസ്ലാമിൽ വിമർശിക്കുന്ന കാര്യങ്ങളൊന്നാണ് സ്ത്രീ വിരുദ്ധതയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളും. പക്ഷെ ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ എന്താണ് എന്നുള്ളത്, സ്ത്രീയുടെ സുരക്ഷിതത്വവും സ്ത്രീയുടെ സമാധാനവും സ്ത്രീയുടെ സൗന്ദര്യവും സ്ത്രീയുടെ സമ്പത്തും സ്ത്രീയുടെ ശരീരവും എല്ലാം എത്രമാത്രം ഇസ്ലാം വളരെ ഗൗരവത്തിൽ കണക്കാക്കുന്നുവെന്നാണ് ഈ ആയത്തുകൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഏറ്റവും നല്ല നിലക്ക് കഴിവിന്റെ പരമാവധി ഒതുങ്ങിക്കഴിയണമെന്നാണ് അല്ലാഹു അവരെ ഉപദേശിക്കുന്നത്. വലാ തബറുജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, മുൻകഴിഞ്ഞു പോയ ജാഹിലിയ്യത്തിന്റെ ആ ഒരു മ്ലേച്ഛതയെ, മോശപ്പെട്ട അവസ്ഥയെ നിങ്ങൾ സ്വീകരിക്കരുതെന്ന് സ്ത്രീ സമൂഹത്തോട് അല്ലാഹു പറയുന്നു. എന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങാതെ പെരന്റാത്തിരിക്കണം എന്നല്ല അല്ലാഹു അവിടെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിന് സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കി, പ്രവാചകൻ എങ്ങനെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു, അതിനെ നമ്മൾ വിശദീകരിക്കണം. അല്ലാതെ എപ്പോഴും അടച്ചിട്ട മുറിയിൽ കഴിയേണ്ടവളാണ് പെണ്ണെന്ന് ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല. സ്ത്രീക്ക് പള്ളികളിലേക്ക് പോകാം, സ്ത്രീക്ക് ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോകാം, ആരാധനകൾക്ക് വേണ്ടി പുറത്തിറങ്ങാം, അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് പുറത്തു പോകാം. ഒരുപാട് കാര്യങ്ങൾ, യുദ്ധങ്ങൾക്ക് വേണ്ടി പുറത്തുപോയ സ്ത്രീകളെ സംബന്ധിച്ച്
ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തുപോയ സ്ത്രീകളെ സംബന്ധിച്ച് സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയൂലേ? അപ്പൊ ഈ ആയത്തിനെ മനസ്സിലാക്കേണ്ടത് അവരെങ്ങനെ മനസ്സിലാക്കി എന്നുള്ള നിലക്കാൾ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തുപോയ സ്ത്രീകളെ സംബന്ധിച്ച് കാണാൻ കഴിയും. പക്ഷെ പുറത്തു പോകുന്ന രീതി എങ്ങനെയാണ്? ഒരിക്കലും ജാഹിലിയത്തിലെ പെണ്ണുങ്ങൾ കഴിഞ്ഞു പോയതുപോലെ നിങ്ങൾ പോകരുതെന്ന, അഥവാ അവരുടെ ആ തബറുജ് ജാഹിലിയ, അതിനെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. പ്രസിദ്ധനായ ഇമാം മുജാഹിദ് എന്ന താബിഈകളിൽ പ്രസിദ്ധനായ മുഫസ്സിറാണല്ലോ ഇമാം മുജാഹിദ്. അദ്ദേഹം പറയുന്നു, കാനത്തിൽ മർഅതു തഖ്റുജു തംശി ബൈന യദയ റിജാൽ. ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ പോകുന്നത് പോലെ ഉടുത്തൊരുങ്ങി അണിഞ്ഞൊരുങ്ങി പുരുഷന്മാർക്ക് മുന്നിലൂടെ അന്യ പുരുഷന്മാർക്കിടയിലൂടെ അവരുടെ ശരീരങ്ങളിലെ മറ്റു ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് പോവരുതെന്ന അന്ന് പഠിപ്പിക്കുന്നത്. അങ്ങനെ പോകുന്നവരായിരുന്നു അജ്ഞതയുടെ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ സ്വഭാവമെന്ന അതാണ് തബറുജുൽ ജാഹിലിയ എന്ന്. അങ്ങനെ പോകാതെ തന്റെ ശരീരങ്ങളെ മറച്ചുകൊണ്ട്, അള്ളാഹു മറക്കാൻ പറഞ്ഞ ഭാഗങ്ങളെ മറച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് പോകുന്നതിൽ യാതൊരുവിധ കുഴപ്പമില്ല. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും സുരക്ഷിതത്വം അവൾ അവളുടെ വീടുകളിൽ, അന്തഃപുരങ്ങളിൽ ഒതുങ്ങിക്കഴിയലാണ് എന്ന, അത് അവൾ ഫിത്നയിൽ നിന്ന് സുരക്ഷിതമാക്കാനുള്ള കാരണമായിട്ടാണ്. ചില സാഹിത്യകാരന്മാരൊക്കെ അന്തഃപുരങ്ങളിൽ അന്തർജനങ്ങളെ സംബന്ധിച്ച് വാചാലരാകുന്നത് നമുക്ക് കാണാൻ കഴിയും. പഴയ മലയാള സാഹിത്യങ്ങളിലൊക്കെ കാണാം. മക്കൾക്ക് വരെ അന്ന് ചില ആളുകൾ പേരിട്ട് അതല്ലേ അന്തർജനം. എന്താ അന്തർജനം? വീടിന്റെ ഉള്ളിൽ കഴിയുന്ന സ്ത്രീകളെ അവർ വിളിച്ചിരുന്ന നാമം പോലും അതായിരുന്നു. വലിയ വലിയ തറവാടുകളിൽ കഴിഞ്ഞ സ്ത്രീകൾ പുറത്തേക്ക് വരാതെ അന്തപുരങ്ങളിൽ കഴിഞ്ഞിരുന്ന അന്തർജനങ്ങളെ സംബന്ധിച്ച് വാചാലരാകുന്ന സാഹിത്യകാരന്മാർ വിവരം വെച്ചതിനനുസരിച്ച് അവരെങ്ങനെ അതിനെ സംബന്ധിച്ച് വലിയ വലിയ ഭാഷയിൽ എഴുതുന്നതും വായിക്കുന്നവരാണ് നമ്മളൊക്കെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു കാര്യത്തെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ മർഅത ഔറ, ഒരു സ്ത്രീ ഔറത്താൻ. ഔറത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ ജീനത്തിനെ മറക്കേണ്ടവളാണ്. ഫഇദാ ഖറജത് മിൻ ബൈതിഹാ, അവൾ അവളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇസ്തശറഫഹ ശൈത്താൻ, ശൈത്താൻ അവൾ അവളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ശൈത്താൻ അവളെ മറ്റുള്ളവരെ കാണിക്കുന്ന പാകത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമെന്നാണ്. അവളെ ഫിത്നകളിലേക്ക് അകപ്പെടുത്തുന്ന രീതിയിൽ, ഒരുപാട് കുഴപ്പങ്ങളിലേക്ക് അവളെ എത്തിക്കുന്ന രീതിയിൽ പിശാച് പണിയെടുത്തുകൊണ്ടിരിക്കുമെന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അഖറബു മാ തകൂന മിൻ റഹ്മത്തി റബ്ബിഹാ, ഒരു സ്ത്രീക്ക് തന്റെ റബ്ബിന്റെ റഹ്മത്തിനെ കിട്ടാൻ ഏറ്റവും അടുപ്പമാകുന്ന കാര്യം വഹിയ ഫീ ഖഅരി ബൈതിഹാ, അവൾ അവളുടെ വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിക്കഴിയലാണ് എന്ന് പറഞ്ഞു. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലാഹു പറഞ്ഞ സംസാരം ഇതിനോടൊപ്പം ഒരു ഹദീസിനോട് ചേർത്ത് വായിക്കണം. അത് എല്ലാ പെണ്ണുങ്ങളും പേരന്റെ ഔച്ചിട്ട് ഇങ്ങനെ പൂട്ടണം എന്ന് പറയാനല്ല. സ്ത്രീയുടെ അവയവങ്ങൾ അവൾ കാത്തു സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവളുടെ ഭംഗിയെ അനാവശ്യമായ രീതിയിൽ പുറത്ത് കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു സംസാരിക്കുന്ന സംസാരങ്ങളാ, പ്രവാചകൻ സംസാരിക്കുന്ന വാക്കുകളാ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജിഇന നിസാഉ ഇലാ റസൂലില്ലാഹ്, ചില സ്ത്രീകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ഫഖുൽന, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദഹബ റിജാലു ബിൽ ഫദ്ലി വൽ ജിഹാദ്, ആണുങ്ങൾ പുരുഷന്മാര് ഒരുപാട് ഫദ്ലുകളുമായി അവർ കടന്നുപോയി. അവർക്ക് യുദ്ധം ചെയ്യാൻ അവസരമുണ്ട്, അവർക്ക് പള്ളികളിൽ പോകാനും മറ്റു കാര്യങ്ങളിൽ സജീവരായി പുറത്തിറങ്ങിപ്പോയി അള്ളാഹുവിന്റെ ഫദ്ല് നേടിയെടുക്കാനും ഭാഗ്യം കിട്ടിയവരാ. അവരതിൽ വലിയ ഭാഗ്യം കിട്ടിയ ആളുകളാണല്ലോ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് ആ ഒരു വലിയ ഫദ്ല് നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവർ മുജാഹിദീങ്ങൾ ചെയ്യുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം, പുരുഷന്മാരുടെ പ്രതിഫലം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹ്, അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കഅദ ഔ കലിമതൻ നഹ്വഹാ മിൻകുന്ന ഫീ ബൈതിഹാ ഫഇന്നഹാ തുദ്രികു അമലൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളിൽ ഒരുവൾ നിങ്ങളുടെ വീടുകളിലാണ് ഇരിക്കുന്നത്, വീടുകളിൽ ഇരിക്കുന്നവളാണ്, വീടുകളിൽ ഇരുന്നാൽ തന്നെ ഫഇന്നഹാ തുദ്രികു അമലൽ മുജാഹിദീൻ,
അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ട് യുദ്ധം ചെയ്യുന്ന മുജാഹിദുകളുടെ പ്രതിഫലം നേടിയെടുക്കാൻ വീടിന്റെ അകത്തളത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് സാധിക്കുമെന്ന് പറയുമ്പോൾ, സ്ത്രീയെ പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ, സ്ത്രീയെ പൊതു ജനങ്ങൾക്കിടയിൽ വന്ന് അവരുടെ എല്ലാവിധ സൗന്ദര്യ പ്രകടനത്തിലൂടെയും അവൾ ഫിത്നയിൽ അകപ്പെടാതിരിക്കാൻ, അവൾ വീട്ടിൽ ഇരുന്നാൽ തന്നെ അവൾക്ക് സുരക്ഷിതത്വം മാത്രമല്ല, അവൾക്ക് പരലോകത്ത് ഏറ്റവും വലിയ പ്രതിഫലം അവൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഹദീസുകൾ ഇങ്ങനെ പഠിപ്പിച്ചു പോകുന്നു. ഞാൻ ആമുഖമായി ഈ ഹദീസുകളെ ഈ ആയത്തുകളിൽ കൊണ്ടുവരാനുള്ള കാരണം, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സംസാരം മുഴുവൻ. വീട്ടിലിരുന്നാൽ തന്നെ സ്വർഗം നേടിയെടുക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളവര് അവരാണ്, സ്ത്രീ ജനങ്ങളാണ്. ഇത്തരം പ്രതിഫലം അവർക്ക് വീട്ടിലിരുന്നാൽ തന്നെ നേടിയെടുക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ, അവൾ അവരുടെ ശരീരഭാഗങ്ങളെ എത്രമാത്രം കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ അടയാളമായി പറഞ്ഞു, സയകൂനു ഫി ആഖിരി ഉമ്മത്തി നിസാഉൻ കാശിയാത്തുൻ ആലിയാത്ത്. വസ്ത്രം ഉടുത്തിട്ടും ഉടുക്കാത്തവളായി ഒരുപാട് ആളുകൾ അന്ത്യനാളിൽ കാണാൻ കഴിയും. എന്റെ സമുദായത്തിൽ കാണാൻ കഴിയും, വസ്ത്രം ഉടുത്തവരാ, പക്ഷെ കണ്ടാല് ഉടുത്തതുപോലെ തോന്നൂല. ഏതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലാ റഊസിഹിന്ന കഅസ്നിമത്തിൽ ബുഖ്ത് ഇൽഅനൂഹുന്ന ഫഇന്നഹുന്ന മൽഊനാതിൻ. അവരുടെ തലപ്പാവുകൾ, അവർ ധരിച്ച തലപ്പാവുകൾ, അവരുടെ ആഡംബരങ്ങളായ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ആഡംബരങ്ങൾ എടുത്തു കാണിക്കാൻ വേണ്ടി ഒട്ടകങ്ങളുടെ പൂഞ്ഞ പോലെ കെട്ടിച്ചുറ്റിയതായി നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞു. നിങ്ങൾ അവരെ ശപിക്കണം, കാരണം അവർ ശപിക്കപ്പെട്ടവളാണ്. വസ്ത്രം ഉടുത്തിട്ടും ഉടുക്കാത്തവളായി നടക്കുന്നവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടക്കൂല. വലാ യജിദുന റീഹഹ, സ്വർഗ്ഗത്തിന്റെ മണം പോലും അവർക്ക് ലഭിക്കുകയില്ല. വ ഇന്ന റീഹഹ ലതൂജദു മിൻ മസീറതി കദാ വകദാ, സ്വർഗ്ഗത്തിന്റെ മണം ഇത്ര വിദൂരതയിൽ അടിച്ചു വീശുന്നതാണ്. പക്ഷേ അത്തരം സ്ത്രീകൾക്ക് അത് ലഭിക്കുക തന്നെ ഇല്ല എന്ന് പറയുന്നു. ഒരു സ്ത്രീ മറക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്? വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വഖുല്ലിൽ മുഅ്മിനാത്ത്, സ്ത്രീ സമൂഹത്തോട്, വിശ്വാസിനികളായ സമൂഹത്തോട് നബിയെ പറഞ്ഞു കൊടുക്കണം, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുൻ, അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, സ്ത്രീകൾ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, അവരവരുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. സ്ത്രീ മറക്കേണ്ട ഭാഗങ്ങളെ പറ്റിയാണ്. വലാ യുബ്ദീന സീനതഹുന്ന, അവൾമാർ അവരുടെ സീനത്തുകളെ വെളിവാക്കരുത്. സീനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വമാ ഇല്ലാ മാ ളഹറ മിൻഹാ, അവളിൽ കാണേണ്ടതായ ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സീനത്തുകളെയും അവൾ അടക്കി പൂട്ടി സൂക്ഷിച്ചു വെക്കേണ്ടവളാണ് എന്ന അവിടെ വലാ യുബ്ദീന സീനതഹുന്ന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ താൽപര്യമായി ചില പണ്ഡിതന്മാർ എടുത്തു പറയുന്നു, സ്ത്രീകൾ അലങ്കാരമായി, സ്ത്രീകളിൽ നിന്ന് അലങ്കാരമായി കണക്കാക്കപ്പെടുന്ന ചില ഭാഗങ്ങൾ. ഉദാഹരണത്തിന് അവരുടെ കൈത്തണ്ടൽ അവര് വളകൾ അണിയാറുണ്ട്. വളകൾ അണിയുന്ന ഭാഗം അവളുടെ അലങ്കാരമാണ്. അപ്പൊ അവരുടെ കൈകളെ മറക്കുന്നതുമായി ബന്ധപ്പെട്ട്, അവരുടെ കഴുത്തുകളെ മറക്കുന്നതുമായി ബന്ധപ്പെട്ട്, അവരുടെ നെഞ്ചിനെ മറക്കുന്നതുമായി ബന്ധപ്പെട്ട്, അവരുടെ തലയെ മറക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഭാഗമാണ് വലാ യുബ്ദീന സീനതഹുന്ന. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് എവിടെയൊക്കെ അവൾ തല മറക്കാതെ അവൾക്ക് നടക്കുക, അവളുടെ കൈഭാഗത്തെ കാണിക്കുക, അവളുടെ കൈത്തണ്ടയൊക്കെ കാണിക്കുക, അതുപോലെ തന്നെ അവളുടെ കഴുത്ത് കാണിക്കുക. മഹാരിമുകളായ ചില ആളുകളുടെ മുമ്പിൽ മാത്രം, അല്ലാത്തോട്ട് അത് കാണിക്കാൻ തന്നെ പാടില്ല എന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തിനെ വിശദീകരിക്കാൻ, വയദ്രിബിന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിൻ, സ്ത്രീകൾ അവരുടെ മുഖമക്കനകൾ, ഖുമർ എന്ന് പറഞ്ഞാൽ ഈ ആയത്തിനെ ചില ആളുകൾ ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഖുമർ എന്ന് പറഞ്ഞാൽ മറക്കേണ്ടത്, മക്കന മഫ്ത എന്നുള്ള രീതിയിൽ നമ്മൾ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നു. മൂടുപടം എന്നുള്ള രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ചില ആളുകൾ പറഞ്ഞു തല മറക്കുന്നത് ഖുമറിന്, എന്ന് പറഞ്ഞത് തല മറക്കാൻ തെളിവല്ല എന്നാ. പക്ഷേ അത് തല മറക്കാനുള്ള തെളിവ് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അവരുടെ ഖുമറുകൾ അവരുടെ ജൈബുകളിലേക്ക് അവർ താഴ്ത്തിയിടട്ടെ എന്ന. ജൈബ് എന്ന് പറഞ്ഞാൽ മാറ് എന്നാണ് അർത്ഥം, നെഞ്ച് എന്നാണ് അർത്ഥം.
അവരുടെ ഹുമറുകൾ അവരുടെ നെഞ്ചിലേക്ക് താഴ്ത്തിയിടട്ടെ. ഇതിനെ ചില പുരോഗമനപരമായ രീതിയിൽ ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത് അത് നെഞ്ച് മറക്കാനുള്ള മറ. കാരണം ഖാമറ എന്ന പദത്തിന്റെ അർത്ഥം മൂടി വെക്കുക എന്ന് മാത്രമുള്ളൂ. ഖംർ എന്നറിയില്ല നമ്മൾ, കള്ളിന് ബുദ്ധിയെ മറക്കുന്നതാണ്. ബുദ്ധിയെ മറക്കുന്നതിനെ ഖംർ എന്ന് പറയും. ഭാഷാപരമായ രീതിയിൽ ചില ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്നത് നെഞ്ചിനെ മറക്കാന്ന് ഉദ്ദേശിച്ചു, തല മറക്കാന്നുള്ളതിന് ഖുമർ പറ്റൂല എന്ന് പറയുന്നു. പക്ഷേ അതിന്റെ വിശദീകരണങ്ങൾ അല്ലാഹുവിന്റെ റസൂലും പ്രവാചകന്റെ സ്വഹാബത്തും മനസ്സിലാക്കിയത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾ അവർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഖുമർ എന്ന പദം അറബികൾ അതിനെ പ്രയോഗിച്ചത് തല മറച്ചിരുന്നതിനെയാണ്, തല മറക്കുന്ന വസ്ത്രത്തെയായിരുന്നു മുൻകാല അറബികൾ ഖുമർ എന്ന് പ്രയോഗിച്ചിരുന്നത്. തല മറച്ചിരുന്ന വസ്ത്രത്തെ, ശിരോവസ്ത്രത്തെ അവർ ഖുമർ എന്ന് പ്രയോഗിച്ചിരുന്നു. അത് അറബികളുടെ കവിതകളിൽ തന്നെ കാണാൻ കഴിയും. പഴയകാല അറേബ്യൻ കവിതകളിൽ ഏറ്റവും കൃത്യമായി തല മറച്ചിരുന്ന അവരുടെ ശിരോവസ്ത്രമാണ് ഖുമർ എന്ന് അറബികൾക്ക് സുപരിചിതമാണ്. അത് നെഞ്ചു മറക്കുന്ന വസ്ത്രമല്ല, നേരെ മറിച്ച് തല മറച്ച ആ ഒരു വസ്ത്രം അവരുടെ നെഞ്ചിലേക്ക് താഴ്ത്തിയിടണമെന്ന. അവരുടെ ജൈബുകളിലേക്ക്, നെഞ്ചുകളിലേക്ക് അവരുടെ തലവസ്ത്രത്തെ, ശിരോവസ്ത്രത്തെ താഴ്ത്തിയിട്ട് കൊള്ളണം. തന്റെ ഭർത്താക്കന്മാരുടെ അരികിലല്ലാതെ, തങ്ങളുടെ ഭർത്താക്കന്മാരുടെ അരികിലല്ലാതെ അവൾ അവളുടെ ജീനത്തിനെ ഒഴിവാക്കാൻ പാടില്ല. ഔ ആബാഇഹിന്ന ഔ ആബാഇ ബുഊലതിഹിന്ന ഔ അബ്നാഇഹിന്ന ഔ അബ്നാഇ ബുഊലതിഹിന്ന ഔ ഇഖ്വാനിഹിന്ന ഔ ബനി ഇഖ്വാനിഹിന്ന ഔ ബനി അഖവാതിഹിന്ന ഔ നിസാഇഹിന്ന ഔ മാ മലകത് അയ്മാനുഹുന്ന ഔ التابعين وأولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. സൂറത്ത് നൂറിൽ ഇങ്ങനെ അല്ലാഹു കുറേ ആൾക്കാർ ഇങ്ങനെ എടുത്തു പറഞ്ഞു. ആരടുത്തൊക്കെ ഇപ്പോ തല മറക്കാതെ പോവാ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരഭാഗം മുഴുവൻ ഔറക്കാൻ, ഏതൊഴികെ കഫൈൻ, മുൻകൈ, രണ്ട് മുൻകൈകളും മുഖവും ഒഴികെ. അതിലൊരു പണ്ഡിതന്മാർക്ക് തർക്കമില്ല. എല്ലാ പണ്ഡിതന്മാരും ഏകോപിക്കുന്ന കാര്യമാണ് മുഖവും മുൻകൈയും. പക്ഷെ ചില പണ്ഡിതന്മാർ കുറച്ച് കൂടുതലായിട്ട് വിശദീകരിച്ചു. മുഖവും മറക്കണം എന്ന് പറയുന്ന രീതിയിൽ ഈ ആയത്തുകൾ കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. പക്ഷേ നമുക്ക് കാണാൻ കഴിയും ഒരു ഭൂരിഭാഗം പണ്ഡിതന്മാർ, ജുംഹൂറുൽ ഉലമ, മുഴുവൻ അംഗീകരിക്കുന്ന ഇജ്മാ ഉള്ള കാര്യമാണ് മുൻകൈകൾ ഒഴിവാക്കി, മുഖവും ഒഴിവാക്കി ഒരു സ്ത്രീ അവളുടെ ശരീരഭാഗങ്ങളെ മറക്കണം എന്നുള്ളത്. ഈ ആയത്തുകളിൽ നിന്നുള്ള തെളിവുകൾ മുഴുവൻ അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് വായിച്ചെടുക്കാനാകും. എന്നാൽ അവളുടെ കഴുത്ത്, ഒരു സ്ത്രീയുടെ കയ്യിൽ അവൾ അണിയുന്ന, വള അണിയുന്ന ഭാഗങ്ങൾ, മാല അണിയുന്ന അവളുടെ കഴുത്തുകൾ, അതുപോലെ തന്നെ അവളുടെ ശിരോവസ്ത്രം, അത് ചില ഇടങ്ങളിൽ ചില ആർക്ക് മുന്നിൽ അവൾക്ക് പ്രദർശിപ്പിക്കാനുള്ള അവകാശം അല്ലാഹു കൊടുത്തു. ആരുടെയൊക്കെ? ഔ ആബാഇഹിന്ന, അവളുടെ പിതാക്കന്മാരുടെ അരികിൽ, ഔ ആബാഇ ബുഊലതിഹിന്ന, അവളുടെ ഭർത്താക്കന്മാരുടെ പിതാക്കന്മാരുടെ അരികിൽ, ഔ അബ്നാഇഹിന്ന, തന്റെ ആൺമക്കളുടെ അരികിൽ, ഔ അബ്നാഇ ബുഊലതിഹിന്ന, അതുമല്ലെങ്കിൽ തന്റെ പെൺമക്കളുടെ ഭർത്താക്കന്മാരുടെ അരികിൽ, ഔ ഇഖ്വാനിഹിന്ന, തന്റെ സഹോദരന്മാർക്ക്, തങ്ങളുടെ സഹോദരന്മാരുടെ അരികിൽ, ഔ ബനി ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ തന്റെ സഹോദരന്മാരുടെ ആൺമക്കൾക്കിടയിൽ. ഇങ്ങനെ റബ്ബ് ഇങ്ങനെ കുറെ കൂട്ടരങ്ങനെ വിശദീകരിച്ചു പോകുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. സൂറത്തുൽ നൂറിന്റെ 24-ാമത്തെ ആയത്തുകളിൽ. അപ്പൊ ഈ ആയത്തിൽ നിന്ന് കൃത്യം ശിരോവസ്ത്രം ഒരു സ്ത്രീ അവളുടെ തലയിൽ അവളുടെ സുരക്ഷിതത്വവുമായി അവളുടെ ഔറത്ത് മറക്കുന്നതുമായി ബന്ധപ്പെടുത്തി അല്ലാഹു പഠിപ്പിച്ച ആയത്തുകളാണ്. അത് മാത്രമല്ല വേറെയും കാണാൻ ആയത്ത്, യാ അയ്യുഹൻ നബി, ഓ പ്രവാചകരെ, കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ, പ്രവാചകരെ അങ്ങയുടെ പത്നിമാരോടും പെൺമക്കളോടും മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോടും പ്രവാചകരെ നിങ്ങൾ പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ ജിൽബാബുകൾ, മൂടുപടങ്ങൾ, ആ സ്ത്രീകൾ അവരുടെ മൂടുപടങ്ങൾ അവരുടെ ശരീരങ്ങളിലേക്ക് അവർ മൂടിയിട്ട് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. ദാലിക അദ്നാ അൻ യുറഫന ഫലാ യുദൈന വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അവരെ തിരിച്ചറിയപ്പെട്ട് ആക്രമിക്കപ്പെടാതിരിക്കാൻ അവർക്ക് ഏറ്റവും സുരക്ഷിതത്വം
അവരവരുടെ വസ്ത്രങ്ങൾ ശരീരങ്ങളിൽ മൂടുപടങ്ങളായി മൂടുന്ന രീതിയിൽ ജിൽബാബുകളായി പർദ്ദകളായി അവര് ഉപയോഗിച്ചു പോരട്ടെ എന്നാണ് ഈ ആയത്തിറങ്ങിയ സമയത്ത് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു ലമ്മ നസലത് ഹാദിഹിൽ ആയ ഈ ആയത്ത് ഇറങ്ങിയപ്പോ ഖറജ നിസാഉൽ അൻസാർ അൻസാരികളായ പെണ്ണുങ്ങൾ പുറപ്പെട്ടു അവരുടെ വീടുകളിൽ നിന്ന് കഅന്ന അലാ റൂസിഹിന്ന ലിർബാന മിനൽ അക്സിയ അവർ വസ്ത്രം ഉടുത്തപ്പോ കാക്കകളെ പോലെ ഇങ്ങനെ പോണത് പോലെ തോന്നിയ ശരീരം മുഴുവൻ മറച്ചു അവരുടെ തലഭാഗങ്ങൾ മുഴുവൻ കറുത്ത വസ്ത്രം കൊണ്ട് ധരിച്ച് പുറത്തിറങ്ങിയത് അവരുടെ ശിരോവസ്ത്രം ധരിച്ച് അവർ പുറത്തിറങ്ങിയത് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകളിൽ ഇതിന്റെ വിശദീകരണം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നമ്മൾ പറഞ്ഞല്ലോ ഹുമുർ എന്നുള്ള ആ ഒരു പദം തന്നെ കൃത്യമായി പഠിപ്പിക്കുന്ന സ്ത്രീയുടെ ശിരോവസ്ത്രത്തെ സംബന്ധിച്ച അതിനുള്ള ഒരു തെളിവ് ഹദീസുകളിൽ കാണാം. പെണ്ണുങ്ങൾ തല മറക്കണം എന്നുള്ളത് കൃത്യമായി സ്വയായ ഹദീസുകളിലും കാണാം. മഹാനായ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് അദ്ദേഹം പറയുന്നു അന്ന ഉഖ്ത ഉഖ്ബ ആ ഉഖ്ബയുടെ സഹോദരി ഉഖ്ബത്ത് ഇബ്നു ആമിർ എന്ന സഹാബിയുടെ സഹോദരി നദറതൻ തംശി ഇലൽ ബൈതി ഹാഫിയതൻ ഹാസിറ ചെരുപ്പില്ലാതെ തലയിൽ തട്ടല്ലാതെ പോയിട്ട് ബൈത്തിനെ തവാഫ് ചെയ്യുക കഅബ തവാഫ് ചെയ്യും എന്നുള്ളത് അവർ നേർച്ചയാക്കിയിരുന്നു. നേർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു. ഹജ്ജിന് പോകുമ്പോ ചെരുപ്പിടാതെ ഹജ്ജിനോ കാരണം കൂടുതൽ പ്രയാസം സഹിക്കാൻ ആ ഒരു ഇതിൽ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം കിട്ടാൻ മാത്രമല്ല തട്ടുകൂടൂല കാരണം വെയിൽ ഇങ്ങനെ കൊണ്ടിട്ട് കുറച്ച് അടങ്ങാറായിട്ട് ഹജ്ജ് ചെയ്യാനുള്ള തീരുമാനത്തിൽ അവരെന്ത് ചെയ്തു നേർച്ച ചെയ്തു. ഉഖ്ബത്ത് ഇബ്നു ആമിറിന്റെ പെങ്ങളാണ്. ഫമർ റബിഹ റസൂലുള്ളാഹ് ഈ ഒരു വാർത്തയിൽ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അരികിലൂടെ നടന്നുപോയി. റസൂലുള്ളാഹി അങ്ങനെ കടന്നുപോയി. റസൂലുള്ളാഹി കടന്നുപോയപ്പോ ഫഖാല മാ ശഅനു ഹാദി എന്താ പെണ്ണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ സ്ത്രീ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി ചോദിച്ചു. ഖാലു നമ്മൾ പറഞ്ഞത് തലമറക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസാണ്. ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ നേർച്ചയാക്കിയതാണ്. തല മറക്കാതെ ചെരുപ്പിടാതെ കഅബയെ തവാഫ് ചെയ്യാൻ അവർ നേർച്ചയാക്കി. ആ നേർച്ചയാക്കിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലൂടെ അവരിങ്ങനെ നടന്നുപോയി. അവർ നടന്നുപോയപ്പോൾ റസൂലുള്ളാഹി അവരെ കണ്ടു. ഫമാ ശഅനു ലിഹാദി എന്താ പെണ്ണിന്റെ അവസ്ഥ എന്താ പെണ്ണിങ്ങനെ ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി ചോദിച്ചു. ഖാലു അപ്പോ അത് കേട്ടപ്പോൾ നബിക്ക് അവർ മറുപടി കൊടുത്തത് ഇന്നഹ നദറ പ്രവാചകരെ അവർ നേർച്ചയാക്കിയതാണ്. നേർച്ച എന്തായാലും വീട്ടണം അല്ലേ? നേർച്ച അതെന്തായാലും വീട്ടേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ നേർച്ചയാക്കിയതാണ്. എന്താ നേർച്ച? ഹാഫിയ എന്ന് പറഞ്ഞാല് നഗ്ന പാതയായിട്ട് ചെരുപ്പില്ലാതെ. ഹാസിറ എന്ന പദത്തിന് ആ ഹദീസ് റിവായത്തെ ഇതിനെ ഉഖ്ബത്ത് ഇബ്നു ആമിർ എന്ന അർത്ഥം പറഞ്ഞു. ഐ കാശിഫത ശഅരിഹ കാശിഫത ശഅരിഹ അവളുടെ മുടി ഇങ്ങനെ കാണിച്ചിട്ട് ചെയ്യുക, അതാണ് ഹാസിറ എന്ന പദം. അപ്പൊ ഹാസിറത്തായിട്ടും ഹാഫിയത്തായിട്ടും കഅബ തവാഫ് ചെയ്യാൻ അവൾ നേർച്ചയാക്കിയതാണ് പ്രവാചകരെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേരം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുറുഹാ ഫൽതഖ്തമിർ
മുറുഹ, അവളോട് കൽപ്പിക്കണം ഖിമാർ ധരിക്കാൻ. ഫൽ തഖ്തമിർ, അവൾ എന്ത് ചെയ്യട്ടെ, ശിരോ വസ്ത്രം ധരിക്കട്ടെ, മൂടുപടം. അവൾ അവളുടെ ശരീരത്തെ മാത്രം മറക്കുന്ന, അവളുടെ തലയെ മറക്കുന്ന ശിരോവസ്ത്രം ഖിമാർ അവൾ ധരിക്കട്ടെ, ഖിമാർ അവൾ ധരിക്കട്ടെ. റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്. നീ നടക്കും വേണ്ട, അവൾ എന്ത് ചെയ്യട്ടെ, ഏതെങ്കിലും ഒരു വാഹനപ്പുറത്ത് അവൾ കയറട്ടെ. കാരണം ഇങ്ങനെ ശരീരത്തിന് പ്രയാസപ്പെടുത്തിക്കാണ്ട് ഇബാദത്ത് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല. നടന്നു പോയിക്കാണ്ട് എന്ത് ചെയ്യേണ്ടതില്ല. ചെരുപ്പിടാതെ ഇങ്ങനെ നടന്ന് ചെയ്യേണ്ടതില്ല. എന്നിട്ട് അവൾ എന്ത് ചെയ്യട്ടെ, ഹജ്ജ് ചെയ്യട്ടെ. വേറെ റിവായത്തിൽ, ഇതേ ഹദീസിന് വേറെ റിവായത്തുകൾ കുറെ കാണാം. 1-2 ഹദീസുകളല്ല, ഇതിന് വേറെ റിവായത്തുകൾ. അത് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ എങ്ങനെ, അവൾ അവളുടെ മുടിയെ മറക്കട്ടെ. ഒരു പെണ്ണ് ഏറ്റവും നല്ല സമയമാണ് ആരാധനകളിൽ അവൾ ധരിക്കുന്ന വസ്ത്രം, അവളുടെ ശരീരം, അവൾ മറക്കുന്ന ഭാഗങ്ങൾ. മറ്റുള്ള സമയങ്ങളിൽ അവൾ എന്തായാലും മറക്കേണ്ടവളാണ്. അള്ളാഹു അവളുടെ ആരാധന സ്വീകരിക്കണമെങ്കിൽ പ്രായപൂർത്തിയെത്തിയ ഒരു പെണ്ണ്, ഒരു സ്ത്രീ, അവൾ അവളുടെ ഔറത്ത് മറക്കാതെ നമസ്കരിച്ചാൽ ആ നമസ്കാരം സ്വീകരിക്കൂലെന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹ്യ ഭാഗങ്ങളെ മാത്രം മറക്കാനല്ല പഠിപ്പിച്ചത്. അലങ്കാര ഭാഗങ്ങളെ, ഒരു പെണ്ണിനെ ഏറ്റവും കൂടുതൽ ഫിത്നയിലാക്കപ്പെടുത്തുന്ന അവളുടെ അലങ്കാരങ്ങൾ, ആ അലങ്കാര ഭാഗങ്ങളെ അവൾ മറക്കണമെന്നാണ് അള്ളാഹു കൽപ്പിച്ചത്. വലാ യുബ്ദീന സീനതഹുന്ന. പക്ഷെ അതിങ്ങനെ തുറന്നിടാണ്, അതിങ്ങനെ കാണിച്ചെടുക്കാനാണ് പലപ്പോഴും ഇന്നത്തെ മക്കൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം വാർത്തകളും എന്തെല്ലാം ചിത്രങ്ങളും നമ്മൾ കാണുന്നത്. മുസ്ലിം സമുദായത്തിൽ തന്നെ ഹയാ ഇല്ലാതെ, നാണമില്ലാതെ, ലജ്ജയില്ലാതെ ഒരുപാട് സ്ത്രീ സമൂഹം ചെയ്തു കൂട്ടുന്ന അനാവശ്യങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനക്കും പ്രവാചകന്റെ കൽപ്പനക്കും എതിരാണ്. ആ വാക്കുകൾ അവർ കാറ്റിൽ പറത്തുന്ന രൂപത്തിലാണ്. ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറെയും കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അരികിൽ ഇങ്ങനെ ഇരിക്കുക. ആയിഷ ബീവി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേറൊരു മകളും കൂടി, അസ്മാ ബിൻത് അബീ ബക്കർ. ആയിഷ ബീവിന്റെ സഹോദരിയാണല്ലോ അസ്മാ ബിൻത് അബീ ബക്കർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികത്തേക്ക് കടന്നു വന്നു. ആയിഷ ബീവിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അവർ കടന്നു വന്നപ്പോ വഅലൈഹാ തിയാബുൻ റിഖാഖ്, നേർത്ത വസ്ത്രം അവളുടെ ദേഹത്തുണ്ടായിരുന്നു. ഫഅറദ അൻഹാ റസൂലുള്ളാഹ്, ആ നേർത്ത വസ്ത്രം കണ്ടപ്പോൾ റസൂലുള്ളാഹി മകൻ ചെയ്തു, തിരിച്ചു. റസൂലുള്ളാഹി ആ ഭാഗത്തേക്ക് നോക്കാൻ കൂട്ടാക്കിയില്ല. വഖാല, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അഥവാ തന്റെ ഭാര്യയുടെ അനിയത്തിയെ, വിശ്വാസിനിയായ ഒരു പെണ്ണിനെ റസൂലുള്ളാഹി ദീൻ പഠിപ്പിക്കാൻ, ദീനിന്റെ കാര്യം അല്ലാഹുവിന്റെ പ്രവാചകൻ കൽപ്പിക്കുകയാണ്. യാ അസ്മാ, ഓ അസ്മാ, ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീള, ഒരു പെണ്ണ് അവൾക്ക് അവളുടെ ആർത്തവശുദ്ധി എത്തുന്ന കാലമുണ്ടല്ലോ, ആർത്തവം തുടങ്ങുന്ന കാലം, അത് അവൾക്ക് വന്നെത്തി കഴിഞ്ഞ് അവൾ പ്രായപൂർത്തിയെത്തിയാൽ ലം തസ്ലുഹു അൻ യുറാ മിൻഹാ ഇല്ലാ ഹാദാ വഹാദാ, അവളിൽ നിന്ന് ഇതുമല്ലാതെ പിന്നൊന്നും കാണപ്പെടാൻ പാടില്ല, അവളെ പുറത്ത് കാണിക്കാൻ പാടില്ല. അവിടുത്തെ തിരുമുഖത്തേക്കും തിരു കൈകളിലേക്കും കൈ പത്തികളിലേക്കും റസൂലുള്ളാഹി ചൂണ്ടിക്കാണിച്ചു. അസ്മാ, ഇതുമല്ലാതെ പ്രായപൂർത്തിയെത്തിയ പെണ്ണെന്ത് ചെയ്യാൻ പാടില്ല, കാണിച്ചു നടക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുകളെ വിശദീകരിക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ എങ്ങനെ പറയാൻ കഴിയും? ഖുർആനിൽ തട്ടമിടാൻ പറഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല. കൃത്യമായി റസൂലും അള്ളാഹുവും പറഞ്ഞൊരു കാര്യത്തെ തന്റെ ഇഷ്ടങ്ങൾക്കും തന്റെ താല്പര്യങ്ങൾക്കും വേണ്ടി വളച്ചൊടിക്കാൻ ആരാണോ അവകാശം കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ കൽപ്പനയെ മാനിക്കുന്നുവെങ്കിൽ, പ്രവാചകന്റെ കൽപ്പനയെയും വാക്കുകളെയും നമ്മൾ മാനിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് കൂടി നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കണം. അള്ളാഹു പറയുന്നു, അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും ഒരു കൽപ്പന നൽകിയതിനു ശേഷം, ഒരു നിർദ്ദേശം നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം, അതിൽ നിന്ന് ആര് ഭിന്നത കാണിക്കുന്നുവോ, അതിൽ നിന്ന് ആര് വിപരീത പ്രവർത്തനം കാണിക്കുന്നുവോ, അവർക്ക് ഒരു വലിയ ഫിത്ന വരുമെന്നുള്ളത് അവരെന്ത് ചെയ്യട്ടെ, പേടിച്ചു കൊള്ളട്ടെ, കാത്തിരിക്കട്ടെ. ഒരു വലിയ പരീക്ഷണം അവർക്ക് വരും, അതുമല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവർക്ക് കടന്നു വരും. മുനാഫിക്കുകളെ പറ്റി അള്ളാഹ് പറഞ്ഞപ്പോ പറഞ്ഞു പോയ ആയത്തുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ തടിച്ചിരി കൂടുന്ന സമയത്ത് നബിയോട് പറയാതെ അവരിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകും. നബിനോട് പറയാതെ
നബിയുടെ കൽപ്പനകൾ കേൾക്കാതെ, വാക്കുകൾ കേൾക്കാതെ അവരിങ്ങനെ നബിയുടെ സദസ്സിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു പോകും. നബി പറഞ്ഞ വാക്കിന് വില കൊടുക്കാതെ തിരിഞ്ഞു പോകുന്ന മുനാഫിക്കുകൾ. ഖദ് യഅലമുല്ലാഹു അല്ലദീന യതസല്ലലൂന മിൻകും ലിബാദ. അല്ലാഹു പറയുന്നു, പ്രവാചകരെ, നിങ്ങളുടെ സദസ്സിൽ നിന്ന് ഇങ്ങനെ മുങ്ങിപ്പോണ ചില ആൾക്കാരുണ്ടല്ലോ, മുനാഫിക്കുകളുണ്ടല്ലോ, അവരെ പറ്റി അല്ലാഹുവിന് അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ ഖുതുബ നിർവഹിക്കുമ്പോൾ പ്രവാചകന്റെ ഖുതുബ കേൾക്കാതെ ചെവി പൊത്തി തിരിഞ്ഞു പോന്നിരുന്ന മുനാഫിക്കുകളെ പറ്റി അല്ലാഹു പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ എന്തെങ്കിലും പറയുമ്പോൾ പ്രവാചകന്റെ വാക്കുകൾ കേൾക്കാതെ ചെവി പൊത്തി പിടിച്ച മുനാഫിക്കുകളെ പറ്റി അല്ലാഹു പറഞ്ഞതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചാൽ നബിയോട് അനുവാദം വാങ്ങാതെ ആ സദസ്സിൽ നിന്ന് മടങ്ങി പോകുന്ന മുനാഫിക്കുകളെ പറ്റിയാണ് അല്ലാഹു പറഞ്ഞ വാക്കിതാണ്. എന്താ പറയുന്നത്? അല്ലാഹുവിന് അറിയാം, ഈ പോകുന്നവരെ പറ്റിയൊക്കെ അല്ലാഹുവിന് അറിയാം. അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്ന, പ്രവാചകന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്ന ആളുകൾ ആരോ അവർ കരുതിയിരുന്നോ അവരെ ഒരു ഫിത്ന പിടികൂടും. ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താ? അൻതുസീബഹും ഫിത്ന. അല്ലാഹു പറഞ്ഞു ഐ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ പിടികൂടും. മിൻ കുഫ്രിൻ ഔ നിഫാഖിൻ ഔ ബിദ്അ, അവർ പിന്നെ ചെന്നെത്തുന്നത് സത്യനിഷേധത്തിലേക്കായിരിക്കും. ഖുർആനും ഹദീസും കേൾക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ അവരെന്തായിരിക്കും? അവർക്ക് ഒന്നുകിൽ കുഫ്റായിരിക്കും, അതുമല്ലെങ്കിൽ നിഫാഖായിരിക്കും, അതുമല്ലെങ്കിൽ ബിദ്അത്തിലേക്ക് അവർ ആപതിക്കുമെന്ന യഥാർത്ഥമായ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് അവർ പുറത്തു പോകുമെന്നാണ്. അവർ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരതയിലേക്ക് എത്തുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര ഗൗരവത്തിൽ ഉണർത്തിയതാണ് അല്ലാഹുവിന്റെ വാക്കുകളെയും പ്രവാചകന്റെ വാക്കുകൾക്കും വില കൽപ്പിക്കണമെന്ന്. അങ്ങനെ വില കൽപ്പിച്ച ആളുകളെ, പരിശുദ്ധകളെ, പവിത്രമായി തന്നെ ജീവിച്ച ആളുകളെ, ഈ ദുനിയാവിലെ ജീവിതം ജീവിച്ചു തീർത്ത ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അവരുടെ ശരീരഭാഗങ്ങളും ഔറത്തുകളും ഒക്കെ കൃത്യമായി അല്ലാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് കെട്ടിപ്പൂട്ടി വെച്ച മഹത്തുക്കൾ എത്ര ആളുകളുടെ ചരിത്രം കാണാൻ കഴിയും. അവസാനമായി പറയട്ടെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അതാ ഉപയോഗിക്കുന്ന സമയത്താണ് ഒരു കറുത്ത വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുന്നത് കാണുന്നത്. അത് കണ്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വർഗ്ഗക്കാരിയായ ഒരു കറുത്ത പെണ്ണിനെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ, സ്വർഗ്ഗക്കാരിയായ ഒരു കറുത്ത പെണ്ണിനെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. അവർ പറഞ്ഞു, അതെ, കാണിച്ചു തരണം. ഭൂമിയിലൂടെ നടന്നു പോകുന്ന സ്വർഗ്ഗക്കാരിയെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് കാണിച്ചു കൊടുത്തു. ഇതാ ആ സ്ത്രീയാണ്, ആ ഇംറഅത്തുൻ സൗദാ, കറുത്ത പെണ്ണാണ്, ആ കറുത്ത സ്ത്രീയാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്നു, ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അവർ വന്നു. നബിയോട് ഒരു ദുആ ചെയ്യാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടു. പ്രവാചകരെ, എനിക്ക് അപസ്മാരം ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് അപസ്മാരം ഉണ്ടാകുമ്പോൾ ഞാൻ ബോധരഹിതയായി താഴെ വീഴും. ആ താഴെ വീഴുന്ന സമയത്ത് എന്റെ ഔറത്ത് പുറത്ത് കാണാറുണ്ട്. എന്റെ ഔറത്ത് കാലിന്റെ കുറച്ച് ഭാഗം കയറി പോവുള്ളൂ. അതെന്ത് ചെയ്യാറുണ്ട്? കാലിന്റെ മുട്ട് വരെയുള്ള ഭാഗം കയറി പോകുമ്പോ എനിക്കത് പ്രയാസമായിട്ട് തോന്നും. ഞാൻ ബോധമില്ലാതെ കിടക്കുക. റസൂൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂൽ പറഞ്ഞു, നിന്റെ അസുഖം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ നീ ക്ഷമിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു. നിന്റെ ഔറത്ത് കാണാതിരിക്കാൻ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ മനസ്സ് എത്ര വിശാലമാണ്. ബോധമില്ലാത്ത അവസ്ഥയിൽ പോലും തന്റെ ശരീരത്തിന്റെ മറക്കേണ്ട ഭാഗം വേറെ ആള് കാണുമെന്ന പേടിയും ആദിയും അത് അവരുടെ വിശ്വാസത്തിന്റെ മൂർച്ചയാണ്, അവരുടെ വിശ്വാസത്തിന്റെ തുടക്കമാണ്. അള്ളാഹുവിന്റെ വാക്കുകളെയും പ്രവാചകന്റെ വാക്കുകളെയും ഇങ്ങനെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുന്നവർ ഒരുപാട് മഹത്തുക്കൾ, മുൻഗാമികൾ ഈ ലോകത്ത് കടന്നു പോയിട്ടുണ്ട്. അവരുടെ ചരിത്രങ്ങൾ കേൾക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകളെയും പ്രവാചകന്റെ കൽപ്പനകളെയും ബഹുമാനിക്കുന്ന നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മൾ പറഞ്ഞു പോകുന്ന, നമ്മൾ ചെയ്തു പോകുന്ന തിന്മകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ കുറവുകളും അള്ളാഹു നികത്തി തരട്ടെ. നമ്മുടെ പോരായ്മകൾ അള്ളാഹു പരിഹരിച്ചു തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ നന്മകളും സമ്മാനിക്കട്ടെ. നന്മകളിൽ കുതിക്കാനും നന്മകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ
പ്രയാസങ്ങൾ അള്ളാഹു അകറ്റി തരട്ടെ. നമ്മുടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കി തരട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ, സതുദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിച്ചു തരട്ടെ. നമ്മുടെ ഉപജീവന മാർഗം അള്ളാഹു വിശാലമാക്കി തരട്ടെ. നമ്മുടെ സമ്പത്തിലും സന്താനങ്ങളിലും ഇണകളിലും അള്ളാഹു കൺകുളിർമ സമ്മാനിക്കട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും ചൊരിയട്ടെ. ഇതുപോലുള്ള സദസ്സുകളെ ഇനിയും സജീവമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.